എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 7ാമത്തെ സർഗത്തിലെ 71ഉം 72ഉം ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. ശ്ലോകങ്ങൾ രണ്ടും വസന്തമാലിക വൃത്തമാണ്. അടുത്തതായിട്ട് ഹേമന്ത ഋതു കഴിഞ്ഞു വരാൻ പോണത് ശിശിരമാണ്. ശിശിരത്തിൻ്റെ കാഠിന്യത്തെപ്പറ്റി വർണ്ണിച്ചുകൊണ്ടാണ് കവി തുടങ്ങുന്നത്. നമുക്ക് ആദ്യം 71ാമത്തെ ശ്ലോകം നോക്കാം. അപരർത്തുഭിരഗ്രയേവ സേവാം വിഹിതാം വിശ്വപതേർനിരീക്ഷമാണ ശിശിരസ്ഖലദക്ഷരഃ പ്രപേദേ സവിധം വേപിതവിഗ്രഹസ്തദീയം. ശിശിരത്തിൻ്റെ വരവാണ് പറയണത്. ആദ്യം പദച്ഛേദം പറയാം. അപരർത്തുഭി അഗ്രേ ഏവ സേവാം വിഹിതാം വിശ്വപതേഃ നിരീക്ഷമാണ ശിശിര സ്ഖലദക്ഷര പ്രപേദേ സവിധം വേപിതവിഗ്രഹ തദീയം. ഇവിടെ കവി ശിശിരം വല്ലാതെ പേടിച്ചരണ്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് വന്നത് എന്നാണ് പറയണത്. എല്ലാ ഋതുക്കളും വന്നു ഭഗവാനെ സേവിച്ചു കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് വരാൻ ഇരിക്കുന്ന ആളാണ് ശിശിരം. അതുകൊണ്ടാണ് ശിശിരത്തിനൊരിത്തിരി പേടി വന്നത് എന്ന് വർണ്ണിക്കുകയാണ് ചെയ്യണത്. അഗ്രേ ഏവ, ആദ്യം തന്നെ അല്ലെങ്കിൽ മുമ്പേ തന്നെ, തനിക്ക് മുമ്പ് തന്നെ എന്ന അർത്ഥത്തിലേക്കാണ് വരണത്. അപരർത്തുഭി വിഹിതാം വിശ്വപതേഃ സേവാം നിരീക്ഷമാണ്. അപരർത്തുഭി, അപര ഋതുഭി, മറ്റു ഋതുക്കളാൽ, അതായത് ശിശിരത്തിന് മുമ്പ് വന്നതായിട്ടുള്ള എല്ലാ ഋതുക്കളും തന്നെ, വസന്തമായാലും ഗ്രീഷ്മമായാലും വർഷമായാലും ശരത്തായാലും ഹേമന്തമായാലും എല്ലാവരും തന്നെ ഭഗവാനെ നന്നായിട്ട് സേവിച്ചു. അതാണ് അപരർത്തുഭി വിഹിതാം വിശ്വപതേഃ സേവാം. ആ ഋതുക്കളൊക്കെ വിശ്വപതിക്കായി നൽകിയതായ സേവ. സേവ എന്ന് പറഞ്ഞാൽ ഭഗവാനെ വേണ്ടതുപോലെ സേവിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക, ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അങ്ങനെ ഓരോ ഋതുക്കളും എന്തൊക്കെയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയിട്ട് നിരീക്ഷമാണ്, അത് മുഴുവനും കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ശിശിരത്തിൻ്റെ വരവ്. അങ്ങനെ അത് മുഴുവനും കണ്ട് മനസ്സിലാക്കിയവനായ ശിശിരം, ശിശിര, ആ ശിശിര ഋതു എന്താണ് ചെയ്തത്? വേപിതവിഗ്രഹ സ്ഖലദക്ഷര തദീയം സവിധം പ്രപേദേ. വേപിതവിഗ്രഹ സ്ഖലദക്ഷര. വേപിത വിഗ്രഹ എന്ന് പറഞ്ഞാൽ, വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥം. വേപിതം എന്ന് പറഞ്ഞാൽ വിറയാർന്ന, വിറച്ചിട്ടാണ് വന്നത്, ശരീരമൊക്കെ വിറച്ചിട്ട്. അത് രണ്ട് കാരണങ്ങൾ നമുക്കറിയാം. ഒന്ന്, ശിശിരത്തിൻ്റെ സ്വഭാവം തന്നെ എല്ലാവരെയും വിറപ്പിക്കുക, തണുത്ത് വിറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശിശിരവും സ്വയം വിറച്ചിട്ടാവാം വന്നിട്ടുണ്ടാവുക. മറ്റൊരു കാരണം, ഭഗവാന്റെ അടുത്ത് മറ്റ് ഋതുക്കളൊക്കെ ഗംഭീരമായിട്ടുള്ള സേവനങ്ങളൊക്കെ നടത്തിയിരിക്കുകയാണ്. തനിക്ക് അതുപോലെയൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കോ, താൻ വരാൻ അല്പം വൈകിയോ എന്നുള്ള കാര്യത്തിലൊക്കെ അല്പസ്വല്പമൊക്കെ പേടിച്ചിട്ടാണ് വരവ്. അതുകൊണ്ടാണ് ശരീരം വിറച്ചു എന്നും പറയണത്. വേപിത വിഗ്രഹ, ശരീരമൊക്കെ വിറച്ചുകൊണ്ട് കമ്പിത ദേഹത്തോടു കൂടിയിട്ട്. അതുകൊണ്ട് തന്നെ സ്ഖലദക്ഷര. സ്ഖലദക്ഷരം എന്ന് പറഞ്ഞാൽ ഒറ്റ അക്ഷരം വേണ്ടതുപോലെ ഉച്ചരിക്കാൻ പറ്റാതെ, ശരീരം വിറയ്ക്കുമ്പോൾ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളൊക്കെ മാറും, ഉച്ചാരണ സ്ഥാനമൊക്കെ മാറിപ്പോവും. അതാണ് സ്ഖലദക്ഷര. ഗദ്ഗദവർണ്ണ തദീയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ, അതായത് ശ്രീകൃഷ്ണൻ്റെ. സവിധം പ്രപേദേ, സമീപത്തേക്ക് വന്നു. അപ്പോൾ ശൈത്യകാലത്തിൻ്റെ ഒരു തീവ്രമായിട്ടുള്ള വർണ്ണനയാണ് പല്ലുകളെ വരെ കൂട്ടിയിടിപ്പിക്കുന്നതായിട്ടുള്ള തണുപ്പ്. അങ്ങനെ തണുത്ത് വിറച്ചിട്ടാണ് ശിശിരം തന്നെത്താൻ വന്നത് എന്ന് പറയുമ്പോൾ ശിശിരത്തിൻ്റെ തണുപ്പ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായ ആഘാതം എന്തായിരിക്കും എന്നുള്ളത് കൂടി നമുക്ക് ഇവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. മറ്റു ഋതുക്കളൊക്കെ വേണ്ടതുപോലെ ഭഗവാനെ സേവിച്ചു, തനിക്കതിന് പറ്റില്ലയോ അല്ലെങ്കിൽ വൈകിയോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ശിശിരകാലം വിറച്ചുകൊണ്ട് അക്ഷരങ്ങളൊന്നും, അതായത് ഉച്ചരിക്കാനൊന്നും പറ്റാതെ, ഭഗവാനെ വേണ്ടതുപോലെ നാമജപം നടത്താനോ സ്തുതിക്കാനോ ഒന്നും പറ്റാതെ വിറച്ചാണ് ശിശിരകാലം ഭഗവാന്റെ അടുത്തേക്ക് വന്നത് എന്നാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. ഹേമന്തത്തിനേക്കാളും കൂടുതലാണ് ശിശിരകാലത്തിലെ തണുപ്പ്. ഹേമന്തം എന്ന് പറയുന്നത് മഞ്ഞ് വീഴ്ചയൊക്കെ തുടങ്ങുന്നു. ശിശിരകാലത്തിൽ അതൊക്കെ ഉറച്ചു നിൽക്കുന്നു. സൂര്യൻ്റെ അംശുക്കൾ, സൂര്യരശ്മികളൊക്കെ വളരെ കുറവേ
ഭൂമിയിലേക്ക് പതിക്കുള്ളൂ. ഈ മഞ്ഞിനെ ഉരുക്കി കളയാനുള്ള ശക്തിയൊന്നും ശിശിരകാലത്ത് സൂര്യനില്ല എന്നാണ് പറയുക. അങ്ങനെ അത്രയും കാഠിന്യത്തോടു കൂടിയിട്ടുള്ള തണുപ്പാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ അനക്കങ്ങൾ അഥവാ യാത്രകളൊക്കെ കുറയും. എല്ലാവരും വീടിൻ്റെ അകത്തിരിക്കും. അതുപോലെ ശിശിരം തന്നെ യാത്ര ചെയ്യാൻ വൈകിയത് തണുപ്പ് അധികമായിട്ടായിരിക്കുമോ എന്ന് പോലും നമുക്ക് ഇവിടെ കൂട്ടി വായിക്കാൻ പറ്റും. തന്നെത്താനെ തണുത്തിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാതെ ഇരിക്കുകയായിരുന്നുണ്ടാവും. അതുകൊണ്ടാവാം ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ കുറച്ച് വൈകിയത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 72ാമത്തെ ശ്ലോകം നോക്കൂ. ഗരുദന്തര സന്നിവിഷ്ടശാപം ഭൃശസങ്കോചിത വിഗ്രഹം കുലായേ അശയിഷ്ടദിവാപി ശീതഭിത്യാ വിമുഖം സഞ്ചരണേ വിഹംഗയൂഥം. അടുത്തതായിട്ട് പക്ഷികൾ എന്താണ് ശിശിരകാലത്ത് ചെയ്യണത് എന്നാണ് പറയണത്. നമുക്ക് ആദ്യം പദച്ഛേദങ്ങൾ പറയാം. ഗരുദന്തര സന്നിവിഷ്ടശാപം ഭൃശസങ്കോചിത വിഗ്രഹം കുലായേ അശയിഷ്ട ദിവാ അഭി ശീതഭീത്യ വിമുഖം സഞ്ചരണേ വിഹംഗയൂഥം. ദിവാബി എന്നുള്ള അവിടെ മാത്രമേ പദച്ഛേദം പറയാനുള്ളൂ. ദിവാബി എന്ന് പറഞ്ഞാൽ പകല് പോലും. സാധാരണ തണുപ്പ് എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാലാണ് ഉണ്ടാവുക. സൂര്യൻ്റെ ആ കിരണങ്ങൾ ഇങ്ങനെ വന്ന് തട്ടുമ്പോൾ, വെയിലിങ്ങനെ വന്ന് പരക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള തണുപ്പൊക്കെ പോവേണ്ടതാണ്. പക്ഷേ ശിശിരകാലത്തിൽ പകലും നല്ല തണുപ്പ് തന്നെയായിരുന്നു എന്നാണ് പറയണത്. അതുകൊണ്ട് പക്ഷിക്കൂട്ടങ്ങളൊക്കെ എന്താ ചെയ്തത് എന്ന് വർണ്ണിക്കുകയാണ്. വിഹംഗയൂഥം. വിഹംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശചാരികളായിട്ടുള്ള പക്ഷികൾ, എല്ലാ തരത്തിലുള്ള പക്ഷികളും അവർ തണുത്ത് വിറച്ചിട്ട് കൂട്ടിൽ തന്നെ ഇരുന്നു. എങ്ങനെയാണ് ആ കൂട്ടിലുള്ള ഇരിപ്പ് എന്ന് പറയാണ്. ഗരുദന്തര സന്നിവിഷ്ടശാപം കുലായേ. പക്ഷിക്കൂട്ടങ്ങളൊക്കെ അവയുടെ കൂട്ടിൽ, കുലായം എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ കൂട്, ആ കൂട്ടിൽ ഗരുദന്തരം. ഗരുത് എന്ന് പറഞ്ഞാൽ ചിറക് എന്നാണ് അർത്ഥം. ഗരുത്മാൻ എന്ന് ഗരുഡനെ പറയാറുണ്ട്. വലിയ ചിറകുകളോട് കൂടിയവൻ, വിശിഷ്ടമായിട്ടുള്ള ഗരുത്ത് ഉള്ളവനാണ് ഗരുത്മാൻ. സാധാരണ പക്ഷികൾക്കൊക്കെ ഉള്ളതായ ചിറകിനേക്കാളും വലിപ്പവും ശക്തിയുമുള്ള ചിറകുള്ളവനാണ് ഗരുഡൻ എന്നുള്ളത് കൊണ്ട് ഗരുഡനെയാണ് സാധാരണ ഗരുത്മാൻ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ പക്ഷിക്കൂട്ടങ്ങളുടെ സ്വഭാവം പറയാണ്. ഗരുദന്തരം, ചിറകിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന, സന്നിവിഷ്ടം, ചേർത്ത് പിടിച്ചിരിക്കുന്ന ശാപങ്ങളോടുകൂടിയവരും. ശാപങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ, പക്ഷിക്കുട്ടികൾ, പക്ഷിക്കുഞ്ഞുങ്ങൾ. അവയ്ക്ക് തണുപ്പ് വന്നാൽ ഈ പക്ഷികൾ സഹിക്കണ അത്രയും കുട്ടികൾ സഹിക്കില്ലല്ലോ. അവർക്ക് കൂടുതൽ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അവയ്ക്കൊക്കെ ചിറകൊക്കെ വരണേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പക്ഷിക്കുട്ടികൾക്ക് ചൂട് പകർന്നു കൊടുത്തുകൊണ്ട് അമ്മ പക്ഷികൾ, അച്ഛൻ പക്ഷികളൊക്കെ, എടുത്തു പറയാൻ അമ്മ പക്ഷികളാണ്, അവരെന്താണ് ചെയ്യുക, കുട്ടികളെയൊക്കെ ചിറകിൻ്റെ അടിയിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വയ്ക്കും. ശത്രുക്കൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടും പക്ഷികൾ അവരുടെ കുട്ടികളെ ചിറകിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വയ്ക്കാറുണ്ട്. ഇവിടെ തണുപ്പ് വർദ്ധിച്ചത് കൊണ്ടാണ് എന്നാണ് ശിശിരകാല വർണ്ണനയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ തണുപ്പ് കൂടി വന്നപ്പോൾ അമ്മ പക്ഷികളൊക്കെ കുട്ടികളെ ചിറകിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെയുള്ള വിഹംഗയൂഥം. ഇനി അതുപോലെ ഭൃശസങ്കോചിത വിഗ്രഹം. ഇവിടെയും വിഗ്രഹം എന്ന് പറയുന്നുണ്ട്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരീരമാണ്. സങ്കോചിത വിഗ്രഹം എന്ന് പറഞ്ഞാൽ ചുരുക്കി പിടിക്കുക, വെറുതെ ചുരുക്കി പിടിക്കുകയല്ല. ഭൃശസങ്കോചിതം, നന്നായി ചുരുക്കി പിടിക്കുക, നന്നായി ഒതുക്കി പിടിക്കുക. അങ്ങനെ ശരീരത്തിലെ ചൂട് കളയാതെ വയ്ക്കുക, തണുപ്പ് ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ ഇരിക്കുക. നമ്മൾ തണുപ്പൊക്കെ വരുമ്പോൾ അങ്ങനെയല്ലേ, കൂടി അങ്ങനെ ചുരുണ്ട് കൂടിയൊക്കെ ഇരിക്കും. നമ്മളായാലും മനുഷ്യരായാലും മൃഗങ്ങളായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. തണുപ്പ് കൂടുതലായിട്ട് വരുമ്പോൾ ചുരുണ്ടുകൂടി ഇങ്ങനെ വട്ടത്തിൽ പന്ത് പോലെയൊക്കെ പട്ടികളും പൂച്ചകളും ഒക്കെ അങ്ങനെ ഇരിക്കണം കാണാറുണ്ട്. മനുഷ്യരും അങ്ങനെ തന്നെയാണ്, ചുരുണ്ടുകൂടി കട്ടിലുമ്മേ കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ പക്ഷികൾ അവരുടെ കൂട്ടിൽ ചുരുണ്ടുകൂടിയിരിക്കുകയാണ്. അതാണ് ഭൃശസങ്കോചിത വിഗ്രഹം. ശരീരത്തിൽ നിന്ന് പറ്റാവുന്നത്ര ചൂടിനെ പുറത്ത് കളയാതെ ആ ചൂടോടുകൂടി ഇരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷിക്കുട്ടികൾക്കും അതുപോലെ തന്നെ ചൂട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നു കൊണ്ട് വിഹംഗയൂഥം എന്താണ് ചെയ്തത്? ദിവാബി ശീതഭീത്യ. ദിവാബി പകൽ പോലും തണുപ്പിനെ ഭയന്നുകൊണ്ട്, ശീതഭീത്യ സഞ്ചരണേ വിമുഖം വിഹംഗയൂഥം. സഞ്ചരിക്കാൻ വിമുഖരായിട്ടുള്ള,
സാധാരണ പക്ഷികളുടെ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറയുന്നത് ചിറക് വിടർത്തി പറക്കലാണ്. അവരുടെ ശക്തിയും അവരുടെ ഊർജവും അല്ലെങ്കിൽ അവർ ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കലും ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കുമ്പോഴാണ്. പക്ഷേ തണുപ്പിനെ അങ്ങോട്ട് എതിരിടാൻ, തണുപ്പിനെ വെല്ലുവിളിക്കാൻ ശക്തിയില്ലാത്തത് കൊണ്ട്, തണുപ്പിനെതിരായിട്ട് പറക്കാനൊന്നും ശക്തിയില്ലാത്തത് കൊണ്ട് പക്ഷികൾ തൽക്കാലം ശിശിരം വന്നപ്പോൾ അവരവരുടെ കൂടുകളിൽ തന്നെ ഒതുങ്ങി. അതാണ് സഞ്ചരണേ വിമുഖം, സഞ്ചരിക്കാൻ പുറത്തേക്ക് പറന്ന് പോകാൻ വിമുഖരായിട്ടുള്ള വിഹംഗയൂഥം. കുലായേ അശയിഷ്ട, കുലായത്തിൽ കൂടുകളിൽ തന്നെ അശയിഷ്ട ശയിച്ചു, വസിച്ചു, കഴിച്ചു കൂട്ടി. വിഹംഗയൂഥം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കൂട്ടം തന്നെയാണ്. പക്ഷികളൊക്കെ തന്നെ അച്ഛനമ്മമാരും കുട്ടികളൊക്കെ കൂടിയിട്ട് അവരവരുടെ കൂട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി, പറന്ന് പുറത്തേക്കൊന്നും പോയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മനുഷ്യരുടെ കാര്യം പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അതായത് അവരും വീട്ടിൽ നിന്നൊന്നും പുറത്തേക്ക് പോവാതെ അകത്ത് തന്നെ കഴിച്ചുകൂട്ടി എന്നാണ് വർണ്ണിച്ചത്. ഇവിടെ മനുഷ്യരെന്നല്ല മൃഗങ്ങളെന്നല്ല ഒരു ഭേദവും ഇല്ല. തണുപ്പിനെ അതിജീവിക്കാൻ ആർക്കും സാധിക്കണില്ല. അതുകൊണ്ട് പക്ഷിക്കൂട്ടങ്ങളും കൂടുകളിൽ തന്നെ ഒതുങ്ങി എന്നാണ് സുകുമാരകവി നമുക്ക് വർണ്ണിച്ചു തരുന്നത്. ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. അപരർത്തുഭിരഗ്രയേവ സേവാം വിഹിതാം വിശ്വപതേർനിരീക്ഷമാണ ശിശിരസ്ഖലദക്ഷരഃ പ്രഭേദേ സവിധം വേപിത വിഗ്രഹസ്തദീയം ഗരുദന്തരസന്നിവിഷ്ടശാപം ഭൃശസങ്കോചിത വിഗ്രഹം കുലായേ അശയിഷ്ടദിവാഭിശീതഭീത്യാ വിമുഖം സഞ്ചരണേ വിഹംഗയൂഥം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങൾ കഠിനമായിട്ടുള്ള തണുപ്പിനെ അനുഭവിപ്പിക്കുകയാണ്. തണുപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരികയാണ് വാക്കുകളിൽ കൂടെ കവി ചെയ്യണത്. 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.